കൊല്ലയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊന്നും വരരുത് ഗൈസ്. നമ്മൾ കൊല്ലം കൂടെ വന്നിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ ഫുൾ വീഡിയോ ഇട്ടിരുന്നില്ല. അതിന്റെ ഫുൾ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും കാണാൻ പറ്റുന്ന എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുൽക്കൊടിന്റെ അടിയിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വന്ന കാണിച്ചു തരാം. എൻട്രി ഫീസ് കൊടുത്ത ഇവിടെ കയറിയിട്ട് നമ്മള് കൊല്ലങ്കോട് മലക്കുള്ള പ്രദേശമായിരിക്കും കരുതി, പക്ഷെ അങ്ങനെയല്ല. നമ്മള് വന്ന സ്ഥലം മാറിപ്പോയതാണ് ഗൈസ്. എന്തായാലും മിഥിലാജിനോട് ചോദിക്കേണ്ടി ഞാൻ എവിടെയാണ് മല കൊണ്ടുവച്ച് മല എവിടെ? ഞാൻ മലക്ക് ഉണ്ടാവും കരുതി. സത്യം പറയാൻ മലക്ക് പ്രതീക്ഷിച്ചാ വന്നത്, പക്ഷെ മല ഒന്നും ഇവിടെ കാണാനില്ല. ഗൈസ് ഇതിന്റെ മോളിൽ കയറിണ്ട്. ഇവിടെ വന്നിട്ട് ഇതിന്റെ മോളിൽ കയറില്ലെങ്കിൽ സങ്കടാവും. ഇതിന്റെ മോളിൽ കയറാം. അന്നേ 4 പേര് മാത്രം അത്ര. ഞാൻ അത് വായിച്ചാൽ ഞാനെങ്ങനെ കരുതിന്ന് വെച്ചാല് ഈ പാടെങ്ങനെ അതിന്റെ അപ്പുറത്ത് കൂടി എന്താ മലൊക്കെ ഉണ്ടാവും തന്നെ ഞാൻ കരുതിയത്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട സ്ഥലമല്ല. മല ആ സൈഡിലോ? ഇനിങ്ങനെ മല ആ സൈഡിലുണ്ടാവും. മല ചെറുതല്ല, മല വലുതല്ലേ. അപ്പൊ ഈ ഏട്ടത് അപ്പൊ അവിടെ നെല്ലിങ്ങനെ വിതറുണ്ട്. മറ്റേട്ടത് അവിടെ എന്തോ പിന്നെ കുറച്ച് പൂവുകളുണ്ട്. പിന്നെ ഒരു ഏർമാടുണ്ട്, അതിലാണ് ഇപ്പൊ ഞങ്ങൾ കുത്തിയത്. പിന്നെ അപ്പൊ അവിടെ കുറച്ച് എന്താണ് താറാവല്ല അരയണ്ണം, കുറച്ച് അരയണ്ണുണ്ട്. അതെവിടെ? അതാണ് ആ പാടം. നേരെ കാണിച്ചു. ഇതിലാജ് വീടിൻ്റെ അടുത്ത് ഇറങ്ങി നമ്മൾ ഇരുന്ന് ഏർമാട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സാധനം കാണാൻ. ഇത് കൊടുക്കണ്ടാവേ മിഥിലാജേ, മിഥിലാജേ ആയോ? പൈസ ഒരു വിൻറ്റേജ് സൈക്കിൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ സാധനമൊക്കെ പോന്നു കൂടി, ചോട്ടിനൊക്കെ പോന്നു പോണു. ഞാൻ ഇവിടേക്ക് വന്ന മധുവിൻ്റെ വണ്ടീൻ്റെ അവിടെ നിന്ന് പോന്നു. നൈസ് പ്ലേസ്. പൂക്കൾ പറിക്കരുത് കേട്ടോ. അതവിടെ നെല്ല് വിതറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി ഗൈസ്. അപ്പോൾ പാലക്കാട് എന്താ കാണാനുള്ള വെച്ചാൽ ഇതൊക്കെ തന്നെയുണ്ട് ഗൈസ്. നല്ല കാറ്റ്, നല്ല വെയിലൊന്നും ഇല്ല ഗൈസ്. ഇപ്പം എന്താ അറിയില്ല, വെയിലില്ല. അവിടെ നെല്ല് വിതറിക്കൊണ്ടിരിക്കണേ. എന്തുകൊണ്ടൊരു അടിപൊളി ഫീലിംഗ് ഗൈസ്. ഇവിടെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകില്ല എന്ന് വെച്ചിട്ടാണ്. അതലക്കോട്ട് അവിടെ പോയി ശരിയാവില്ല. നമുക്ക് ഇങ്ങനെ പോകും നേരെ എടുക്കണോ? ഓ മൈ ഗോഡ്, ഇതാണ് ഇതെന്തരാ? റാന്തല്. പക്ഷെ പുതിയതാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു ഇതും കാണാം. എന്നിട്ട് ഇങ്ങനെ തോണി നമ്മൾ കണ്ടിട്ടില്ലേ? തോണിയിൽ ഇവിടെ തോണി കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് തോണി. ഇവിടെ വന്നിട്ട് തോണിയിൽ ഇരുന്നില്ല എന്നുള്ള ഇതൊന്നും വരരുത്. ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വേഗം പോകണം ഗൈസ്. ഇവിടുത്തെ മാജിക്കൽ റോഡ് അല്ല ഡോർ സോറി, ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്ന ഗൈസ് കാച്ചരാ. ഇങ്ങനെ വന്ന അമ്മേ രാജുവാ. കാഴ്ചപ്പം அவங்க നേരെ പോവാൻ പോവാണ്. ഇനി പോവാ കാഴ്ച ഇപ്പോൾ ഏതോ ഒരു ഇടവഴി കൂടി പോയിക്കൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നത് വലിയ മടിക്കില്ല. കാരണം അവരെ എന്തെങ്കിലും പൈസ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് മടിയില്ല. ഇവിടെ പോയ കാഴ്ച ഇവിടെ ഒരു ചായക്കട എന്ന് പറഞ്ഞിട്ട് കാട്ടുകൊന്ന് കേട്ടു. ചായക്കട എവിടെയാണ്?
ചായക്കട ഉണ്ട് പറഞ്ഞിട്ട് വന്നാണ് ചായ. ആ നല്ല ചായക്കട. അവൻ ചായക്കടയിലോട്ട് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ചായക്കട. എന്താ പറ്റി വെച്ചാല് ഓൻ്റെ ഗൂഗിൾ മാപ്പ് എന്തൊക്കെയാ പറയില്ല കൈ. അപ്പോൾ ചായക്കട തപ്പിട്ടുള്ള പോക്കിൽ അറിയാതെ നമ്മൾ വന്നെത്തിപ്പെട്ടൊരു സ്ഥലപാട്. അപ്പം എന്തായാലും നമുക്ക് ചായക്കട തപ്പിയിട്ട് വീണ്ടും പോകായി. അവിടെ നിന്ന് ചോദിച്ചാൽ മതി നേരത്തെ. ഗൂഗിൾ മാപ്പൊക്കെ നമ്മളെ ഗ്രാമങ്ങൾ കാണാൻ പറ്റിയില്ലേ? ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അതിലുള്ള കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങളും പച്ചയായി നമ്മൾ എത്തിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് തപ്പിപ്പോയി ഞങ്ങളുടെ ചായക്കട എത്തി. അവിടുന്ന് അപ്പം നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്ക് എത്തിയിട്ടുണ്ട് കൈസ്. അവിടെ പോയിട്ട് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കൈസ്. എന്തായാലും പണ്ടത്തെ അതേ ഒരു വൈബ് തന്നെയാണ് അവിടെ. എന്തായാലും നമ്മളവിടെ കുറച്ച് നേരം അങ്ങ് ഇരുന്നിട്ട് പോവാന്ന് വെച്ചു. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മച്ചിയും അതേപോലെ തന്നെ ചെല്ലഞ്ചേട്ടനും അങ്ങ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൈസ്. എന്തായാലും അതും കഴിച്ച് നമ്മൾ നേരെ ഇനി അടുത്ത് നമ്മൾ താമരപ്പാടത്തേക്കാണ് പോയിട്ടുണ്ട് കൈസ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നേരെ നമ്മളിനി താമരപ്പാടത്തേക്ക് പോകാനായിട്ട് പോവാണ് ഗൈസ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അങ്ങനെ നമ്മൾ മുമ്പ് പോയത് വഴി തെറ്റിയെങ്കിലും അങ്ങനെ അവസാനം നമ്മൾ മലകളുള്ള നമ്മുടെ താമരപ്പാടത്തേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണെന്ന് ആശ്വാസമായത് എന്തായാലും. അപ്പം എന്തായാലും കഴിഞ്ഞായി നമ്മളവിടെ പോയപ്പോൾ എന്തായാലും നമ്മൾ മല കണ്ടില്ല പറഞ്ഞ് നിന്നില്ല. നമ്മളെന്തായാലും അത് തപ്പിയിട്ട് എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ തപ്പി വന്ന സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ പോവാന്നാ ഗൈസ്. അയ്യോ ഹലോ, ആ ജീവണ്ട് വേണ്ട ഗൈസ്. പറ്റൂല കേട്ടോ, ഇവിടെ തന്നെ. ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ കയറി കൊടുത്തതിനേക്കാളും ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് ഗൈസ്. സൂപ്പർ അടിപൊളിയാണ്. സൂപ്പർ അങ്ങനെയൊക്കെ പറയാം. നേരത്തെ കയറി നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും അടിപൊളിയാണ് ഗൈസ്. ഇവിടെ പൈസ വേണ്ട. ഇവിടെ പൈസ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നോക്കിയാ ഇതാ നോക്കിയ ഇങ്ങോട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ്. വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ. നല്ല കാറ്റുണ്ട്, വലിയ വെയിലില്ല അല്ലടാ. വെയിൽ കൊണ്ട് ചാവുന്നാണ് ഞാൻ കരുതിയത് ഗൈസ്. ഞാൻ പോണത് കൂടെ ഒക്കെ വെയിലുണ്ടാവും, പക്ഷെ ഇവിടെ വെയിലില്ല. നമുക്കതാ അവിടേക്ക് പോയേക്കാം ഗൈസ്. ഇതെന്താ എൻട്രി ഫീസോ? എൻട്രി ഫീസ് ഒന്നുമില്ല. കൗണ്ടർ ഉണ്ട്. അപ്പോൾ സൂം ചെയ്താല് കാണില്ല. സൂമിങ് ഇല്ല. അതാ കാണുന്ന ഈ വൈറ്റ് ഗൈസ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം കാണണ്ടോ, അതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഗൈസ്. എന്ന് നമ്മൾ മിഥിലാജ് പറയാൻ പറഞ്ഞു. എനിക്കിതിനെ കുറിച്ച് ഒരു ധാരണയില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മിഥിലാജിൻ്റെ അടുത്താണ് ചോദിക്കാറുള്ളത്. എന്നിട്ട് ഇങ്ങനെ പോവുക ഗൈസ്. സത്യം പറഞ്ഞാൽ പാലക്കാട് മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഗൈസ്. പിന്നെ എന്തിനാ പുറത്തേട്ടൊക്കെ പോകുന്ന ഞാൻ ആലോചിച്ചു. പാലക്കാടിനെ കുറേ കാണണ്ടെന്ന് ഞാൻ അല്ലേ ഇജ് പറയാം. എന്നാ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തള്ളി നടക്കാം. തള്ളല്ലേ ഗൈസ്? അല്ല, ഈ പഴം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെ നാട്ടിലുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിൽ ഈ മല ഇങ്ങനെ മല ഉണ്ടോ? ഇല്ല. അതാണ് പ്രത്യേകത. ഇതെന്താ വെള്ളം കാരണം അതവിടെ ആനുണ്ട്. പോവാ, ജീവനില്ലാത്ത ആനയാണ്. കാഴ്ചപ്പതേ രണ്ട് ചെടികളുടെ ഇടയിൽ കൂടി എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ മോട്ടർ ഇട്ടൊക്കെ കാരണം പേരെ ബാക്കിൽ നമുക്ക് ആ പെരൻ്റെ അവിടെ ഒന്ന് പോയാൽ കൈസ്. നമ്മളത് തന്നെ പോവാലോ. അമ്മേ എൻ്റെ അമ്മേ പല്ലും
ഇതൊക്കെ പോയിരുന്നു. അങ്ങനെ ഇപ്പൊ ഹൈലൈറ്റ് ആയി നിൽക്കണ ആ വീട് തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഗൈസ്. എന്തായാലും കോട കൊണ്ട് മൂടിയും കൊണ്ട് മല നേരെ വണ്ണം കാണാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് കഴിച്ചിരിക്കണം ഗൈസ്. അപ്പോൾ അവിടുന്ന് പോകുന്നത് നമ്മളെ വീടും കണ്ട് അവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. പോവാ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച കണ്ട് അവിടുന്ന് പോകുന്നു ഗൈസ്. പോവാ ഗൈസ്. അപ്പം മരം പോവാ ഗൈസ്. അപ്പം അങ്ങനെ നേരെ നമ്മൾ കൊല്ലംകോട്ട് നേരെ ഇനി നമ്മൾ എവിടെ പോണ്? ഞാൻ കുറെ വീഡിയോസിലെ കണ്ടുപോയി. ഞാൻ ലാസ്റ്റ് ഇതാ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടൊക്കെ നാറ് തട്ടിട്ടുള്ളൂ. മഴ നേരം അടിപൊളി. പക്ഷെ മല നേരമാണ് കാണാൻ പറ്റില്ല, മഞ്ഞ് കൂടിയും കൊണ്ട്. ഞാൻ നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട്, അഥവാ നമ്മുടെ കരിമ്പ് ജ്യൂസ് കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് പോവാന്ന് വെച്ചു. നമ്മൾ ട്രിപ്പിൻ്റെ ൂടെയാണ് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് ട്രിപ്പിൻ്റെ വൈബ് എന്ന് പറയുന്നത്. വണ്ടിയുടെ മാറ്റിയിടുക, നമ്മുടെ വണ്ടിയിൽ പോകുന്ന പറഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് പോകുന്ന കൂടെ പറഞ്ഞിട്ട് ഏട്ടൻ നിർത്തിയാണ്. അങ്ങനെ നിർത്തി ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കിടക്കാച്ച വീഡിയോയിൽ കാണാം. ബൈ ബൈ.